ബംഗ്ലാദേശിൽ ദീപു ചന്ദ്രദാസ് എന്ന് പറയുന്ന ഒരു ഹിന്ദു യുവാവിനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി കത്തിച്ചു കളഞ്ഞ ആ ഒരു വിഷ്വൽസ് ലോകം മുഴുവൻ നടുക്കമുണ്ടാക്കിയിരിക്കുകയാണ്. യുഎസ് സർക്കാരിൻ്റെ പ്രതിച്ഛായ സമ്പൂർണ്ണമായും ഇതിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്തായാലും ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഗതികെട്ട് ഈ ഒരു അറസ്റ്റ് ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ് യുഎസ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ബംഗ്ലാദേശിലെ മൈമൻസിംഗ് ജില്ലയിൽ ഒരു ഹിന്ദു യുവാവിനെ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയ കേസിൽ കുറഞ്ഞത് 7 പേരെ അറസ്റ്റ് ചെയ്തതായിട്ടാണ് മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസ് ശനിയാഴ്ച പറഞ്ഞത്. ബംഗ്ലാദേശിലെ മൈമൻസിംഗിൽ ഹിന്ദു യുവാവായിട്ടുള്ള ദീപു ചന്ദ്രദാസിന്റെ കൊലപാതകത്തിലാണ് 7 പ്രതികളെ റാപ്പിഡ് ആക്ഷൻ ബറ്റാലിയൻ അറസ്റ്റ് ചെയ്തതായി ഇടക്കാല സർക്കാർ മേധാവി മുഹമ്മദ് യൂനിസ് പറഞ്ഞത്. RAB-14 പ്രത്യേക ഓപ്പറേഷൻ നടത്തി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് 7 പ്രതികളെ കസ്റ്റഡിയിലെടുത്തു. അറസ്റ്റിലായ പ്രതികളിൽ മുഹമ്മദ് ലിമോൺ സർക്കാർ, മുഹമ്മദ് താരക് ഹുസൈൻ, മുഹമ്മദ് മണിക് മിയ, ഇർഷാദ് അലി, നിസുമുദ്ദീൻ, അലംഗീർ ഹുസൈൻ, മുഹമ്മദ് മിറാജ് ഹുസൈൻ അക്കോൺ എന്നിവരും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. വ്യാഴാഴ്ച രാത്രി ബംഗ്ലാദേശിലാണ് ഈ പ്രവാചക നിന്ദ ആരോപിച്ച് ഒരു ഹിന്ദു യുവാവിനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയത്. ഷെയ്ഖ് ഹസീന വിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ പ്രമുഖ നേതാവായിരുന്നു ഇയാൾ എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ബംഗ്ലാദേശിൽ വലിയ തോതിൽ ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട സമയത്തായിരുന്നു ഈ സംഭവം നടന്നിരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ്.